മറുകരെ കൃപയിലേക്ക് ചെല്ലണം. മറുകരെ നിൽക്കുന്നതാണ് കൃപ. കാരണം അന്നത്തെ യഹൂദ ക്രിസ്ത്യാനികള് അവര് യേശുവിനെ കർത്താവായി അംഗീകരിച്ചിട്ടും അവർ യഹൂദ മത ആചാരങ്ങളിൽ ആകൃഷ്ടരായിരുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഒത്തിരി ഉണ്ട്. അവരോടുകൂടെയാണ് ഇന്ന് രാത്രി ഹെബ്രായ ലേഖനം സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ വാസ്തവത്തില് ദൈവവചനം ആത്മാർത്ഥമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. പുതിയ നിയമം വളരെ ലളിതമാണ്. അതിൽ ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇല്ല. സ്തോത്രം. ഏത് വിധത്തിലും ദൈവത്തിന് തന്നെ സഭയോട് ഇടപെടാം. അതിനൊരു ഒരു ഔട്ടർ സ്ട്രക്ചർ ഒന്നും ദൈവം തന്നിട്ടില്ല. സ്തോത്രം. അടിസ്ഥാനമുണ്ട്, അത് ക്രിസ്തുവാണ്. ആമേൻ. ആ മൂലക്കല്ലിൽ സ്തോത്രം. ആമേൻ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന ക്രിസ്തു മൂലക്കല്ലായിരിക്കെയുള്ള ഈ അടിസ്ഥാനത്തിന്മേല സഭ പണിയുന്നത്. സ്തോത്രം. എന്നുള്ളതല്ലാതെ ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ സ്തോത്രം നാം ഒരിക്കലും യഹൂദന്മാരെ പോലെയോ ജാതികളെ പോലെയോ ആകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുമോ? അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 28-29 വാക്യം വായിച്ചു. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചിട്ടത്, പരസംഗം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന് ശുഭമായിരിക്കുകയും. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോ? ഇതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന്? അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം ജാതികളിൽ നിന്ന് സുവിശേഷം കേട്ട് കൃപയിലേക്ക് വന്ന വിശ്വാസികൾ പരിച്ഛേദന ഏൽക്കണമെന്ന് യഹൂദപക്ഷത്ത് നിന്ന് വിശ്വാസത്തിൽ വന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരെ കൊണ്ട് വീണ്ടും പരിച്ഛേദന ഏൽപ്പിച്ചു. കാരണം പഴയ നിയമം വായിച്ചാൽ എഴുതിയിരിക്കുന്നത്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള നിയമമായിരിക്കണം പരിച്ഛേദന. അതുകൊണ്ട് പരിച്ഛേദനക്കാർ വാദിച്ചു, ജാതികളിൽ നിന്ന് വരുന്നവരെന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. പറഞ്ഞതിന്റെ അർത്ഥം, യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നവർ പരിച്ഛേദനയേറ്റ് ആരാകണം? യഹൂദരായെങ്കിലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം, 15-ാം അധ്യായത്തിൽ ഇത് വരാൻ കാരണം, കഴിഞ്ഞ അധ്യായങ്ങളിൽ ഒന്നും എന്ന് പറഞ്ഞാൽ മുൻ അധ്യായങ്ങളിലൊന്നും ഇവർ യഹൂദരോട് സുവിശേഷം പറഞ്ഞില്ല. യഹൂദരോട് സുവിശേഷം പറഞ്ഞില്ല. അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവായ യേശുക്രിസ്തു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ നിയോഗമാണ് സകല ജാതികളെയും എന്റെ ശിഷ്യയാക്കുക. നമ്മൾ ഹെബ്രായ ലേഖനം പഠിക്കുമ്പോഴും അവിടെ എഴുതിയിട്ടുണ്ട്, സ്തോത്രം, ദൈവം പണ്ട് ഭാഗമായും പ്രവാചകന്മാർ മുഖാന്തരമായി അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്യുന്നത്. എന്ത് ഈ അന്ത്യകാലം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? അന്ത്യകാലം എന്ന് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അന്ത്യകാലത്ത് എന്താ സംഭവിക്കുന്നത് പ്രവാചകന്മാർ എഴുതിയത് നമ്മൾ പഠിക്കണം. യെശയ്യാവിന്റെ പ്രവചനത്തിലാണെന്ന് തോന്നുന്നു 2-ാം അധ്യായം 2-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നുണ്ട്. ഒന്ന് വായിക്കുമോ? യെശയ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. അടുത്ത വാക്യം, സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. ഒഴുകി ചെല്ലും. ആര് ചെല്ലുമെന്നാ പറഞ്ഞേ? സകല ജാതികളും. അന്ത്യകാലത്ത് സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. പ്രവചിച്ച യേശയ്യാവിന് ഇതിന്റെ മർമ്മം മനസ്സിലായിട്ടില്ല. മലാക്കി പ്രവചനത്തിൽ ഇത് തന്നെയാ പറയുന്നത്. സ്തോത്രം. സകല ജാതികളും യഹോവയുടെ പർവ്വതത്തിലേക്ക് ഒഴുകിച്ചെല്ലും.
ഈ പ്രവചന ഭാഗങ്ങളെല്ലാം പറയുന്നത് സകല ജാതികളും യഹോവയുടെ ആലയത്തിലേക്ക് ഒഴുകിച്ചെല്ലുമെന്ന്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ യഹൂദൻ പറഞ്ഞത് ആലയത്തിൽ മറ്റൊരാൾ കടക്കാൻ പാടില്ല. ഇനി പഴയ നിയമത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ വെച്ചാൽ പുറജാതികൾ കടന്നു വരാനും കഴിയത്തില്ല. ഇവിടെയാണ് പഴയ നിയമത്തെ മാറ്റി പുതിയ നിയമം ദൈവം തന്നത്. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നെന്ന് ഹെബ്രായ ലേഖനം പറയാൻ കാരണം ഇതാണ്. അന്ത്യകാലം എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ അന്ത്യകാലം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? സകല ജാതികളും ആലയത്തിലേക്ക് ചെല്ലും. നമ്മൾ ആ ഭാഗം പഠിക്കും. ഈ ഹെബ്രായ ലേഖനത്തിലെ ഓരോ വാക്യത്തിനും അർത്ഥമുണ്ട്. ഓരോ വാക്യത്തിനും അർത്ഥമുണ്ട്. ഓരോ വാക്കിനും നമ്മളതിന് ഓരോ വാക്കുകളും ദൈവകൃപയിൽ കർത്താവ് വെളിപ്പെടുത്തുന്നെങ്കിൽ, അവസരം തരുന്നെങ്കിൽ ചിന്തിപ്പാൻ ദൈവടയാക്കണം. അപ്പം അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ വന്നത്. അതിന്റെ 15-ന്റെ ഒന്നും കൂടെ വായിക്കണമേ. 15-ാം അധ്യായത്തിന് 1-ാം വാക്യം. യഹൂദയിൽ നിന്ന് ചിലർ വന്ന്, നിങ്ങൾ മോശ കൽപ്പിച്ചത് ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. കണ്ടോ, യഹൂദയിൽ നിന്ന് ചിലർ വന്നിട്ട് സ്തോത്രം അവർ പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. അന്ന് സഭയ്ക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. കാരണം അന്ന് വരെ യഹൂദരോടല്ലാതെ അവർ മറ്റാരോടും സുവിശേഷം പറഞ്ഞിരുന്നില്ല. ഈ അപ്പസ്വലന്മാർക്ക് ദൈവം കൊടുത്ത നിയോഗമായിരുന്നു ലോകമെമ്പാടും സുവിശേഷം അറിയിപ്പാണ്. പക്ഷെ അവരെവിടെ സുവിശേഷം പറയാം? അവർ യെരൂശലേമിൽ മാത്രം സുവിശേഷം പറയും. കാരണം യഹൂദർ എവിടെയുള്ളൂ? ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകാൻ പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. കാരണം യഹൂദരുള്ളത് എവിടെയോ അവിടെ മാത്രം അവർ സുവിശേഷം പറഞ്ഞു. മറ്റേ അവർ സുവിശേഷം പറഞ്ഞിട്ടില്ല. സ്തോത്രം. നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അപ്പോസ്തലന്മാർ എവിടെയാ സുവിശേഷം പറഞ്ഞതെന്ന്. ഒന്നെടുക്കാമോ ആ ഭാഗം വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ വന്നാട്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4:5 വായിച്ചാട്ട്. പിറ്റേന്നുള്ളവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. അവർ യെരൂശലേമിൽ ഒന്നിച്ചുകൂടാൻ കാരണം ഇവരെന്താണ് ചെയ്തത്? ഇവർ യെരൂശലേമിലാണ് അവര് അത്ഭുതം കാണിച്ചത്. സ്തോത്രം. ഇനിയും 4:16 വായിച്ചാട്ട്. ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. കേട്ടോ, ആർക്കാ പ്രസിദ്ധമായത്? യെരൂശലേമിൽ പാർക്കുന്നവർക്ക്. ദൈവം ഇവർക്ക് കൊടുത്ത നിയോഗം എന്താ? യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ഇനി നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. ഈ യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണമെന്ന് അരുളപ്പാട് കിട്ടിയവർ അവിടേക്ക് പോയില്ല. സ്തോത്രം. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 5-ാം അധ്യായത്തിന്റെ 13 വായിച്ച്. 12-13 വാക്യം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അത്ഭുതമടയാളം നടന്നു. അവരെവിടെ? അവർ യെരൂശലേമിലുള്ള ശലോമോന്റെ മണ്ഡപത്തിൽ. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക. ശലോമോന്റെ മണ്ഡപം എവിടാ? യെരൂശലേമിൽ. അവരെവിടെ കൂടി വന്നത്? ദൈവത്തിന്റെ ആഗ്രഹം എന്താ? സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. ഇപ്പൊ ഇവർ ഒന്നിച്ച് എന്ത് ചെയ്യാൻ പോവാ? ഇവരൊന്നിച്ചു കൂടാൻ പോവാ. സ്തോത്രം. ശലോമോന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുകയാണ്. അടുത്ത വാക്യം വായിച്ച്. എന്നിട്ട് മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. യഹൂദന്മാർ മാത്രമേ ചേർന്നിട്ടുള്ളൂ. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരാൻ തുനിഞ്ഞിരുന്നില്ല. എന്നാ ദൈവത്തിന്റെ നിയോഗമോ? സകല ജാതികളെയും ശിഷ്യരാക്കണം. യേശുക്രിസ്തു ഉള്ളപ്പം സുവിശേഷം അറിയിച്ച് രക്ഷാകരണം പ്രാപിച്ചവരുണ്ടല്ലോ ജാതികളുള്ള. ഏതാ? യേശുക്രിസ്തു ഉള്ളപ്പോൾ സ്നാനപ്പെട്ടവരും ഗലീല ശമരിയ ഉള്ളവരുണ്ടല്ലോ. അപ്പൊ അവര് വരുവാൻ ബന്ധമില്ല. അവര് ഇവരുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് പരിശുദ്ധാത്മ അവിടെ ഓർപ്പിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് ആമേൻ കർത്താവിന്റെ ഉയർപ്പ് വരെയുള്ള സമയം 120 പേരെ മാത്രമേ ശിഷ്യന്മാരോടുകൂടി ഒന്നിച്ച്
കിട്ടിയിട്ടുണ്ട്, ബാക്കി ആരെയും കിട്ടിയിട്ടില്ല. സ്തോത്രം. പിന്നത്തേതിൽ അവർ കടന്നു വന്നിരിക്കാം, വരാതിരിക്കാം. എന്നാൽ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ സ്തോത്രം ആമേൻ അവിടെ കടന്നു വന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ വന്നവരാരും അല്ല. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ അടയാളങ്ങളിൽ വന്നവരോ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിച്ചു വന്നവരോ വന്ന ആരുമല്ല. സ്തോത്രം. മറിച്ച് ആ കടന്നു വന്നവർ മറ്റ് രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന യഹൂദരായിട്ടുള്ളവരാണ്. അവർ കടന്നു വന്നത് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ കടന്നു വന്ന് അത്ഭുതവും അടയാളവും പ്രാപിച്ച വലിയൊരു കൂട്ടം കടന്നു വന്നിട്ടില്ല എന്നുള്ളത് പ്രസ്താവ്യമാണ്. കാരണം അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ആരും അവന്റെ കയ്യിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവർ, അവന്റെ കയ്യിൽ നിന്ന് അടയാളം കണ്ടവർ, അവരാരും യേശുവിനെ അംഗീകരിച്ചില്ല. സ്തോത്രം. യഹൂദൻ കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ആരാ സൗഖ്യം പ്രാപിച്ച്? യഹൂദനാണ്. ആരാ വിടുതൽ പ്രാപിച്ച്? യഹൂദനാണ്. യേശുക്രിസ്തു ശരീരത്തിൽ വന്നു, ജഡത്തിൽ വന്നിരിക്കെ, ഒരു യഹൂദനായി വന്നിരിക്കെ യേശു ജാതികളുടെ ഇടയിലേക്ക് പോയില്ല. ശമര്യർ തങ്ങളുടെ ഇടയിൽ പാർക്കണമെന്ന് അപേക്ഷിച്ചിട്ട് പോലും കർത്താവ് അവിടെ തങ്ങിയില്ല. ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ശമര്യരുടെ അടുക്കൽ പോകാതെയും ജാതികളുടെ അടുക്കൽ ചെല്ലാതെയും ഇസ്രയേലിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് ചെല്ലണം. അപ്പൊ പരസ്യ ശുശ്രൂഷ ആരുടെ അടുക്കലായിരുന്നു? ഇനിയും പെരുന്നാളിന് നമസ്കരിപ്പാൻ വന്ന യവനന്മാർ യേശുവിനെ കാണുവാനായിട്ട് അടുത്ത് ചെന്നപ്പോൾ, യേശുവിനെ തിരക്കി ചെന്നപ്പോൾ, സ്തോത്രം, അത് ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനോട് പറഞ്ഞു, മറ്റു 2 ശിഷ്യന്മാർ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് യേശു ഉള്ളം കലങ്ങി. യേശു ഉള്ളം കലങ്ങി പിതാവിനോട് പറഞ്ഞു, പിതാവേ, നിന്റെ പുത്രൻ തേജസ്കരിക്കപ്പെടേണ്ട നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. ഇതാ നാഴിക വന്നിരിക്കുന്നു. ഈ നാഴിക ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്താ നാഴിക? ജാതികളെ കൂടി ഇനിയും സുവിശേഷം പറഞ്ഞ് അകത്ത് കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ യേശു വന്നത് ന്യായപ്രമാണത്തിന് കീഴുള്ളവനായിട്ടാണ്, യഹൂദനായിട്ടാണ്. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും. യേശു തന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. യഹൂദത്വത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നാൽ കർത്താവിന് ജാതികളെ നേടാൻ കഴിയത്തില്ല. ഇപ്പൊ ജാതികളും തിരക്കി വരികയാണ്. ഉടനെ മരണം അനിവാര്യമാണ്. കോതമ്പോട് നിലത്ത് വീണ് ചാകണം. അങ്ങനെ ചത്തുവെങ്കിൽ വളരെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഒരു മരണത്തിലൂടെയാണ് ക്രിസ്തു ജാതികളെ നേടിയത്. അതുകൊണ്ട് അവന്റെ മരണത്താലാണ് നാമും ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടത്. ആ ഭാഗം മനസ്സിലായോ? ഈ കർത്താവ് വളരെ നിശിതമായ സമീപനമാണ് ജാതികളോട് എടുത്തത്. തിരുവനന്തപുരത്ത് നിവൃത്തിക്ക് വേണ്ടിയാ. കനാന്റെ സ്ത്രീ വന്നു. സുറോഫൈനിക്കാരി സ്ത്രീ അടുത്ത് വരുമ്പോൾ അവൾ ചെന്നിട്ട് എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമാണെന്ന് പറയുമ്പോൾ ഒരു സാക്ഷാൽ യഹൂദനെ പോലെ യേശു പറയുന്നു. സ്തോത്രം. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് നൽകത്തില്ല. അന്ന് നായ്ക്കുട്ടി എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ യഹൂദൻ ജാതികളെ വിളിക്കുന്ന പേരാണ്. കാരണം കർത്താവ് പറയുക, ഞാൻ ആരാ? ഞാൻ യഹൂദൻ. സ്തോത്രം. പക്ഷേ ക്രിസ്തു യഹൂദനല്ല. യേശു യഹൂദനായിരുന്നു, ക്രിസ്തു ആരല്ല? യഹൂദനല്ല. എന്തുകൊണ്ട്? യഹൂദൻ മരിച്ചപ്പോൾ അവൻ ആരുടേതും അല്ല. യേശു തന്റെ യഹൂദത്വം സംബന്ധിച്ച് മരിച്ചു. ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ആരല്ല? യഹൂദനല്ല. അവൻ എല്ലാവർക്കും വേണ്ടി ഉയർത്തും. അതുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത ആരാ? യേശു ക്രിസ്തുവാ. യേശു അല്ല, പിന്നെ ആരാ? ക്രിസ്തുവാ. യേശുവിന് എന്തേ കഴിയുമായിരുന്നു? യഹൂദനെ സ്വന്തത്തിലേക്ക് അവൻ വന്നു. സ്വന്തമായവർ അവനെ